മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമിയിലെ ഒരു വാർത്ത എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇൻഫോസിസ് 10,000 അമേരിക്കക്കാരെ ജോലിക്കെടുക്കുന്നു. നന്നായി. പണ്ട് ഭാരതീയര് മൈദമാവിനും സോയാബീൻ എണ്ണയ്ക്കും എല്ലാം പാൽപ്പൊടിക്കുമെല്ലാം അമേരിക്കയെയാണ് ആശ്രയിച്ചിരുന്നത്. അവിടെ ചെന്നിട്ട് ജോലിയെടുക്കുക, അവിടെ തന്നെ ജീവിക്കുക, അവിടേക്ക് എത്തിപ്പറ്റുക, ഇതൊക്കെ ഒരു അടിമയുടെ തൃഷ്ണയോടുകൂടിയാണ് ചെയ്തിരുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ സ്വപ്നഭൂമിയാണെന്ന് അന്നത്തെ ഭാരതീയർക്ക് നല്ലോണം അറിയാമായിരുന്നു. ഇന്ന് ഭാരതത്തിലെ വലിയ കമ്പനികളിൽ അമേരിക്കയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ താല്പര്യം ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടി വരുന്ന കാലഘട്ടത്തിൽ അമേരിക്കക്കാര് ഇന്ത്യൻ കമ്പനിയിൽ ജോലിക്കാരായിട്ട് വരിക. ഒരു ദുരഭിമാനത്തിന്റെ വരിയല്ല ഞാൻ പറഞ്ഞത്, അഭിമാനത്തിന്റെ വരിയാണ്. ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് പലരും കണക്കാക്കുന്നത് അമേരിക്കയെയാണ്. നോർത്ത് കൊറിയ ഭീഷണി മുടക്കിയപ്പോൾ അമേരിക്കയാണ് നോർത്ത് കൊറിയയെ ഒതുക്കാനായിട്ട് പോയത്. യഥാർത്ഥത്തിൽ അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിൽ ഒത്തിരി ദൂരമുണ്ട്. ലോകത്തിൽ എവിടെ പ്രശ്നമുണ്ടെങ്കിലും അമേരിക്ക ഇടപെടാറുണ്ട്. സിറിയയിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ISISന്റെ കാര്യമാണ്. അവരുടെ സംരക്ഷണമായിരിക്കും ഉദ്ദേശം. എന്നാലും ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് അമേരിക്ക കാണുന്നു. അമേരിക്കയെ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, പലരും കാണുന്നു. ലോകത്തിന്റെ കറൻസി ആയിട്ട് അമേരിക്കൻ ഡോളറാണ് എടുക്കുക. ലോകത്തിന്റെ രാജാവായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് എടുക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അവര് മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലിക്കാരാവുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ 10,000 പേരെ ഒരുമിച്ച് ഇൻഫോസിസ് അമേരിക്കയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കാര്യമാണ്. ഇന്ത്യൻ കമ്പനിയിലെ ആൾക്കാരാണ് അമേരിക്കയിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ശരിക്ക് ഉടയൻ അടിയൻ എന്ന ഭാവം അതിനകത്തുണ്ട്. നീ എൻ്റെ യജമാനൻ, ഞാൻ നിന്റെ ദാസൻ. വേർഡ് ബൈ വേർഡ് ആ ഫീലിംഗ് ഒന്നുമില്ല. അന്നദാതാ സുഖി ഭവ, നീയാണ് ഞങ്ങൾക്ക് ചോറ് തരുന്നത് എന്ന് പറയണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ കമ്പനിയെ കുറിച്ച് പറയണം. ഒരുപക്ഷെ അതിന്റെ തലപ്പത്ത് വല്ല അമേരിക്കക്കാരുണ്ടാവുമായിരിക്കാം, അത് വേറെ പ്രശ്നം. മാത്രമല്ല, മുകേഷ് അംബാനിയുടെ റിലയൻസ് കമ്പനിയാണ് $17,000 കോടി കോൺട്രാക്റ്റില് അമേരിക്കയുടെ 7th ഫ്ലീറ്റ് മെയിൻ്റനൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. ലോകം മുഴുവനും പറപ്പിക്കുന്ന 7ാം കപ്പൽപ്പട എന്ന് പറയുന്ന 7th ഫ്ലീറ്റിന്റെ മെയിൻ്റനൻസിന്റെ ചാർജ് ഇന്ത്യൻ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ ധാരാളം വർക്ക് ഇപ്പൊ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭാരതം ഒരു ദാസന്റെ ഭാവത്ത് നിന്ന് ഒരു സർവന്റിന്റെ, ജോലിക്കാരന്റെ, ഒരു തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് മാറി മുതലാളിയുടെ ഭാവത്തിലേക്കാണ്. ഞാൻ നാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സദസ്സിലും പറയാറുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ, ശമ്പളം മേടിക്കുന്നവർക്ക് പകരം കൊടുക്കുന്നവരാകുവിൻ, ശമ്പളം മേടിക്കുന്നവർക്ക് പകരം കൊടുക്കുന്നവരാകുവിൻ. അതൊരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഒരു രാഷ്ട്രത്തിനും ബാധകമാണ്. അതൊരു രാഷ്ട്രത്തിനും ബാധകമാണ്. അങ്ങനെ ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ ഉജ്ജ്വലമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഭൂമിയുടെ 4 ക്വാഡ്രന്റിലുള്ള 3 രാഷ്ട്രങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ ഭാരതം അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടാണ്, അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യമായിട്ടല്ല, സുഹൃത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇൻഫോസിസിനെ പോലെയുള്ള കമ്പനികൾ അമേരിക്കയിലെ ധാരാളം ചെറിയ കമ്പനികളെ ഇന്ത്യയിലെ ധാരാളം വലിയ കമ്പനികളെ എടുക്കുന്നുണ്ട് ഇപ്പോൾ. മാത്രമല്ല, 104 സാറ്റലൈറ്റ് ഭാരതം വിട്ടപ്പോൾ അതിൽ 87 സാറ്റലൈറ്റ് അമേരിക്കയുടെ ആയിരുന്നു, 3 ഇന്ത്യയുടെ ഉണ്ടായിരുന്നുള്ളൂ. 87 സാറ്റലൈറ്റ് ഇന്ത്യയിലൂടെ വിടിയിക്കാമെന്നുള്ളതിൽ ആത്മവിശ്വാസം അവർക്ക് വന്നല്ലോ. ഭാരതത്തിലെ ധാരാളം സാറ്റലൈറ്റിന്റെ സൗകര്യങ്ങൾ അമേരിക്കക്കാരെ സ്വീകരിക്കാറുണ്ട്. വളരെ ധന്യമായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ ഭാരതം
വികസിത രാഷ്ട്രങ്ങളുടെ തോളോട് തോള് ചേർന്ന് ഗിവ് ആൻഡ് ടേക്ക്, ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ, ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്, ഗിവ് ആൻഡ് ടേക്ക് പോളിസി, കൊടുക്കുക മേടിക്കുക. അല്ലാണ്ട് മേടിക്കൽ മാത്രം അതൊരു തരം ബാധ്യതയാണ്. കൊടുക്കാനും കൂടി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തുല്യതയാവുള്ളൂ. ബാധ്യത തുല്യതയാക്കി മാറ്റണം. അത് സാധിക്കും. അതാണിപ്പോ ഇൻഫോസിസിന്റെ ഈ വാർത്ത മാത്രമല്ല, ധാരാളം വാർത്തകളുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം എടുത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ടാറ്റ കമ്പനി ആയാലും കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ ആയാലും TCS ആണെങ്കിലും ധാരാളം ഇന്ത്യൻ കമ്പനികൾ, ധാരാളം ഇന്ത്യൻ റിലയൻസിൻ്റെ 2 വിഭാഗക്കാരെ, മുകേഷ് അംബാനിയുടെ അനിൽ അംബാനിയുടെ ആയാലും ഭാരതം അവർക്കെല്ലാം ഒരു റിസോഴ്സ് ഓഫ് മാൻ പവർ മാത്രമല്ല നോളജ് കൂടിയാണ്. അങ്ങനെ ധന്യമായിട്ടുള്ള ഒരു വളർച്ച ഭാരതത്തിന് കുറേ കാലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ലോകത്തിലെ ജനതയ്ക്ക് തന്നെ ആത്മീയ മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും ശാസ്ത്രമണ്ഡലത്തിലും സാങ്കേതിക മണ്ഡലത്തിലും ഭാരതം ഇന്ന് വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൃദയം തുറന്ന് അഭിമാനിക്കാനും ഈ നന്മകൾ മക്കളോടും കൂട്ടത്തിലുള്ളവരോടും പറയാനും ഭാരതമാതാവിൻ്റെ ചൈതന്യം ലോകജനതയിലേക്ക് എത്തിക്കാനും ഒരുമിച്ച് ശ്രമിക്കാം. പ്രണാമം, നമസ്കാരം.